ഹായ് ഓൾ, വെൽക്കം ടു വൺസ് ബിടെക് KTU 2024 സ്കീമിലെ ട്രിപ്പിൾ ഇ ബ്രാഞ്ചിന്റെ 4th സെമസ്റ്റർ സബ്ജക്റ്റ് ആയിട്ടുള്ള സിങ്കർണസ് ആൻഡ് ഇൻഡക്ഷൻ മെഷീൻസ്, അതായത് SIM PCEET 402 എന്ന സബ്ജക്ട് കോഡുള്ള 4 ക്രെഡിറ്റ് ഉള്ള ഈ സബ്ജക്റ്റിന്റെ ഒന്നാമത്തെ മൊഡ്യൂള്, അതായത് AC ജനറേറ്റർ അഥവാ അൾട്ടർനേറ്റർ അഥവാ സിങ്കർണസ് ജനറേറ്ററിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആർമേച്ചർ വൈൻഡിങ്. യൂണിവേഴ്സിറ്റി എക്സാം നമുക്ക് മിക്കവാറും ഉറപ്പിക്കാവുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആർമേച്ചർ വൈൻഡിങ്. ഐ ടോൾഡ് യു സ്റ്റേറ്റ് ആൾട്ടർനേറ്റർ ഹാസ് 2 പാർട്സ്, സ്റ്റേറ്റർ ആൻഡ് റോട്ടോർ. അല്ലേ? സ്റ്റേറ്റർ കൺസിസ്റ്റ് ഓഫ് ആർമേച്ചർ വൈൻഡിങ്. എത്ര ടൈപ്പ് ആർമേച്ചർ വൈൻഡിങ് ഉണ്ടെന്നാണ് പറയാൻ ഈ ടോപ്പിക്കിൽ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആർമേച്ചർ വൈൻഡിങ്. ബിഫോർ ദാറ്റ്, എന്താണ് വൈൻഡിങ്? വളരെ ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ we have to study some terminology in connection with winding. വൈൻഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ചില ടേംസ് നമ്മൾ പഠിച്ചിരിക്കണം. വൈൻഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ചില ടേംസ്. ഫസ്റ്റ് വൺ, ടേൺ. കണ്ടക്ടർ എന്താണെന്നറിയാം, കറണ്ട് കടത്തിവിടുന്ന ഒരു മെറ്റീരിയൽ ആണ് കണ്ടക്ടർ. അപ്പോൾ വൈൻഡിങ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് കോപ്പർ തന്നെയാണ്. അപ്പൊ അതിന്റെ വളരെ ബേസ് ആയിട്ടുള്ള ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് കണ്ടക്ടർ ആണ്, ഒരു മെറ്റീരിയൽ. മനസ്സിലായ? കറണ്ട് കടത്തിവിടുന്ന ഒരു മെറ്റീരിയൽ ആണ് നമ്മൾ കണ്ടക്ടർ, സെമി കണ്ടക്ടർ, ഇൻസുലേറ്റർ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ വളരെ ബേസ് ആയിട്ട് പറയുകയാണെങ്കിൽ മെറ്റീരിയൽ വിച്ച് അലൗസ് ദ കറന്റ് ഫ്ലോ ഇസ് നോൺ ആസ് കണ്ടക്ടർ. കണ്ടക്ടേഴ്സ് കൂടി ചേർന്നുണ്ടാകുന്നതാണ് ടേൺ. 2 കണ്ടക്ടേഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് 1 ടേൺ. 2 കണ്ടക്ടറുകൾ കൂടിച്ചേർന്ന്, ഇപ്പൊ ഇതൊരു കണ്ടക്ടർ, ഇതൊരു കണ്ടക്ടർ, ഇത് കൂടിച്ചേർന്ന് ടേൺ. മനസ്സിലാവണ്ട? അതേപോലെ ടേണുകൾ തമ്മിൽ കൂടിച്ചേർന്നാവുമ്പോ അതെന്തായി? കോയിലായി. അങ്ങനെ കോയിലുകൾ തമ്മിൽ കൂടിച്ചേർന്നത് എന്തായിട്ട് മാറി? വൈൻഡിങ് ആയിട്ട് മാറി. ഓക്കെ, അപ്പൊ അതാണ് കണ്ടക്ടർ, ടേണ്, കോയില്, വൈൻഡിങ്. 2 കണ്ടക്ടറുകൾ കൂടിച്ചേർന്ന് ടേൺ. ടേണുകൾ കൂടിച്ചേർന്നാല് കോയിൽ, കോയിലുകൾ കൂടിച്ചേർന്നാല് വൈൻഡിങ്. 2 കണ്ടക്ടേഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് 1 ടേൺ. 2 ടേൺസ് കോൺസ്റ്റിറ്റ്യൂട്ട് 1 കോയിൽ. എ ഗ്രൂപ്പ് ഓഫ് കോയിൽസ് കോൺസ്റ്റിറ്റ്യൂട്ട് വൈൻഡിങ്. കണ്ടക്ടേഴ്സ് കൂടിച്ചേർന്ന് ടേണും, ടേണ് കൂടിച്ചേർന്ന് കോയിലും, കോയിൽ കൂടിച്ചേർന്ന് വൈൻഡിങ് ഉണ്ടാവുന്നു. ഇനി എന്താണ് പോൾ പിച്ച്? പോൾ പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, സ്റ്റേറ്ററിൽ ആർമേച്ചർ വൈൻഡിങ് ആണെങ്കിൽ റോട്ടോറിൽ ഫീൽഡ് വൈൻഡിങ് ആണ്. ഫീൽഡ് വൈൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിസം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് അവിടെയാണ്, റോട്ടോറിലാണ്. അപ്പൊ അവിടെ മാഗ്നറ്റിക് പോൾസ് ഇങ്ങനെ ഫോം ചെയ്യും. നോർത്ത് പോള്, സൗത്ത് പോള്, നോർത്ത് പോള്, സൗത്ത് പോള്. 2 പോളുകൾക്ക് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ്, നമ്മൾ ഒരു നോർത്ത് പോളും ഒരു സൗത്ത് പോളിനും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ്, അതിനെയാണ് നമ്മൾ പോൾ പിച്ച് എന്ന് വിളിക്കുക. അത് ഇത്ര സെന്റിമീറ്ററിനോ ഇത്ര മീറ്ററിനോ അല്ല പറയാം, അത് ഇൻ ടേംസ് ഓഫ് ആർമേച്ചർ കണ്ടക്ടേഴ്സ്. ആ 2 പോളുകൾക്ക് ഇടയ്ക്ക് എത്ര ആർമേച്ചർ കണ്ടക്ടേഴ്സ് കിടക്കുന്നുണ്ട്, അതാണ് പോൾ പിച്ച്. അതായത് നമ്മൾ പറയല്ലേ സെഡ് ബൈ പി. പോൾ പിച്ച് ഇസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് ആണ് Z, നമ്പർ ഓഫ് പോൾസ് ആണ് P. സോ വാട്ട് ഈസ് പോൾ പിച്ച്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 അഡ്ജസന്റ് പോൾസ്. അഡ്ജസന്റ് എന്ന് വെച്ചാൽ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു നോർത്ത് പോളും ഒരു സൗത്ത് പോളും തമ്മിലുള്ള ഡിസ്റ്റൻസ്. അത് എന്തിനാ പറയാ? ഇൻ ടേംസ് ഓഫ് ആർമേച്ചർ കണ്ടക്ടേഴ്സ്. Distance between 2 adjacent poles in terms of armature conductors is known as pole pitch. Distance between 2 adjacent poles in terms of armature conductors. 2 തൊട്ടടുത്ത് കിടക്കുന്ന പോളുകൾക്ക് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസിനെയാണ് പോൾ പിച്ച് എന്ന് പറയുന്നത്. അത് എന്തിന്റെ ടേംസിലാ പറയാ? ആർമേച്ചർ കണ്ടക്ടേഴ്സ്. അപ്പോൾ കണ്ടക്ടർ എന്താണ്? ടേൺ എന്താണ്? കോയിൽ എന്താണ്? വൈൻഡിങ് എന്താണ്? കണ്ടക്ടേഴ്സ് കൂടിച്ചേർന്ന കോയിൽ, കോയിൽ കൂടിച്ചേർന്ന ടേൺ, ടേൺ കൂടിച്ചേർന്ന വൈൻഡിങ്. എന്താണ് പോൾ പിച്ച്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 അഡ്ജസന്റ് പോൾസ്. തൊട്ടടുത്ത 2 പോളുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തിന്റെ ടേംസിലാ പറയാ? ഇൻ ടേംസ് ഓഫ് ആർമേച്ചർ കണ്ടക്ടേഴ്സ്. ഓക്കെ, അതാണ് പോൾ പിച്ച് എന്ന് പറഞ്ഞത്. പോൾ പിച്ച് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ Z/P. ഈ പറഞ്ഞ കണ്ടക്ടർ എന്താണ്? ടേൺ എന്താണ്? കോയിൽ എന്താണ്? വൈൻഡിങ് എന്താണ്? പോൾ പിച്ച് എന്താണെന്ന് എക്സാമിന് ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷെ എന്താണ് വൈൻഡിങ്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആർമേച്ചർ വൈൻഡിങ് ആണ് നമ്മളുടെ ടോപ്പിക്. പക്ഷേ ഈ ആർമേച്ചർ വൈൻഡിങ് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ടെർമിനോളജി അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് അത് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമായിട്ട് എക്സാമിന് ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്താണ് വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആർമേച്ചർ വൈൻഡിങ്? ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആർമേച്ചർ വൈൻഡിങ്? പ്രധാനമായിട്ട് 5 ടൈപ്പ് വൈൻഡിങ് ഉണ്ട്. 1 സിംഗിൾ ലെയർ ആൻഡ് ഡബിൾ ലെയർ വൈൻഡിങ്. ഓക്കെ. 2 ഇന്റഗ്രൽ സ്ലോട്ട് വൈൻഡിങ് ആൻഡ് ഫ്രാക്ഷണൽ സ്ലോട്ട് വൈൻഡിങ്. 3 ലാപ്പ് വൈൻഡിങ് ആൻഡ് വേവ് വൈൻഡിങ്. 4 ഫുൾ പിച്ച്ഡ് വൈൻഡിങ് ആൻഡ് ഷോർട്ട് പിച്ച്ഡ് വൈൻഡിങ്. ഫ്രാക്ഷണൽ പിച്ചിനേക്കാൾ ഇവിടെ നിങ്ങൾ എഴുതേണ്ട പേര് ഷോർട്ട് പിച്ച്ഡ് വൈൻഡിങ്. 5 കോൺസെൻട്രേറ്റഡ് വൈൻഡിങ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ്. ഓക്കെ, ഇതാണ് പ്രധാനപ്പെട്ട 5 വൈൻഡിങ്ങുകൾ. ഒന്ന് പറയാൻ ശ്രമിച്ചേ. 1 സിംഗിൾ ലെയർ വൈൻഡിങ് ആൻഡ് ഡബിൾ ലെയർ വൈൻഡിങ്. ഓക്കെ. 2 ഇന്റഗ്രൽ സ്ലോട്ട് പിച്ച് വൈൻഡിങ് ആൻഡ് ഫ്രാക്ഷണൽ സ്ലോട്ട് പിച്ച് വൈൻഡിങ്. 3 ലാപ്പ് വൈൻഡിങ് ആൻഡ് വേവ് വൈൻഡിങ്. 4 ഫുൾ പിച്ച്ഡ് വൈൻഡിങ് ആൻഡ് ഷോർട്ട് പിച്ച്ഡ് വൈൻഡിങ്. 5
കോൺസെൻട്രേറ്റഡ് വൈൻഡിങ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ്. ഇതാണ് 5 പ്രധാനപ്പെട്ട വൈൻഡിങ്ങുകൾ എക്സാമിന് വളരെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റൻ ആണ്. അതിൽ ഫസ്റ്റ് വൺ സിംഗിൾ ലെയർ വൈൻഡിങ് ആൻഡ് ഡബിൾ ലെയർ വൈൻഡിങ്. ഈ ആർമേച്ചർ എന്ന് പറഞ്ഞാൽ സിലിക്കൺ സ്റ്റീൽ ലാമിനേഷൻസ് ഉണ്ട്, കാസ്റ്റ് അയൺ ഫ്രെയിം ആണ്, അതിൽ സ്ലോട്ടുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ സ്ലോട്ടുകളിൽ ഇഫ് ദർ ഈസ് ഓൺലി വൺ കണ്ടക്ടർ അല്ലെങ്കിൽ കോയിൽ സൈഡ്, കണ്ടക്ടർ എന്ന് പറയുന്ന വേറെ പേരാണ് കോയിൽ സൈഡ്, കോയിൽ അല്ലാട്ട കോയിലിന്റെ സൈഡ്. അപ്പോൾ ഇഫ് വൺ കണ്ടക്ടർ ഇഫ് എ സ്ലോട്ട് കൺസിസ്റ്റ് ഓഫ് ഓൺലി വൺ കണ്ടക്ടർ ഓർ കോയിൽ സൈഡ്, ഒരു സ്ലോട്ടില് ഒരു കണ്ടക്ടർ ഉണ്ടെങ്കിൽ അത് സിംഗിൾ ലെയർ വൈൻഡിങ്, അതല്ല 2 കണ്ടക്ടർ ഉണ്ടെങ്കിൽ അത് ഡബിൾ ലെയർ വൈൻഡിങ്. ക്ലിയർ? ഇഫ് എ സ്ലോട്ട് കൺസിസ്റ്റ് ഓഫ് ഓൺലി വൺ കണ്ടക്ടർ ഓർ കോയിൽ സൈഡ്, കണ്ടക്ടർ എന്ന് പറയുന്ന വേറെ പേരാണ് കോയിൽ സൈഡ്, ഈസ് നോൺ ആസ് സിംഗിൾ ലെയർ വൈൻഡിങ്. ഇഫ് എ സ്ലോട്ട് കൺസിസ്റ്റ് ഓഫ് 2 കണ്ടക്ടേഴ്സ്, 2 കണ്ടക്ടർ ഉണ്ടെങ്കിൽ ഡബിൾ ലെയർ വൈൻഡിങ്, ഒരു കണ്ടക്ടർ ഉണ്ടെങ്കിൽ സിംഗിൾ ലെയർ വൈൻഡിങ്. ഇഫ് എ സ്ലോട്ട് കൺസിസ്റ്റ് ഓഫ് 2 കണ്ടക്ടേഴ്സ് ഓർ കോയിൽ സൈഡ്സ്, അതാണ് ഡബിൾ ലെയർ വൈൻഡിങ്. ഇഫ് എ സ്ലോട്ട് കൺസിസ്റ്റ് ഓഫ് 1 കോയിൽ സൈഡ് ഓർ കണ്ടക്ടർ, കോയിൽ സൈഡ് എന്ന് പറയുന്ന വേറെ പേരാണ് കണ്ടക്ടർ. അപ്പോൾ ഒരു സ്ലോട്ടിൽ ഒരു കണ്ടക്ടർ ആണെങ്കിൽ സിംഗിൾ ലെയർ വൈൻഡിങ്, 2 കണ്ടക്ടർ ആണെങ്കിൽ ഡബിൾ ലെയർ വൈൻഡിങ്. കഴിഞ്ഞു. ഓക്കെ, അടുത്തത് ഇന്റഗ്രൽ സ്ലോട്ട് പിച്ച് വൈൻഡിങ് ആൻഡ് ഫ്രാക്ഷണൽ സ്ലോട്ട് പിച്ച് വൈൻഡിങ്. എന്താണ് ഇന്റഗ്രൽ? മീൻസ് ഇന്റിജർ ആയിട്ട് ബന്ധപ്പെട്ട വാക്കാണ്. ഇന്റിജർ എന്ന് വെച്ചാൽ എന്താ? 1 2 3 4 5 എക്സെട്ര, അതാണ് ഇന്റിജർ എന്ന് പറഞ്ഞാൽ. അതായത് M is equal to സ്ലോട്ട് പെർ പോൾ പെർ ഫേസ്. അതായത് ഒരു ഫേസിന്റെ, ഇപ്പൊ 3 ഫേസ് ആണെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു ഫേസിന്റെ അണ്ടറിൽ ഉള്ള ഒരു പോളിന്റെ അണ്ടറിലുള്ള സ്ലോട്ടുകളുടെ എണ്ണം, അതൊരു ഇന്റിജർ വാല്യൂ ആണെങ്കിൽ ആ വൈൻഡിങ് ഇന്റഗ്രൽ സ്ലോട്ട് പിച്ച് വൈൻഡിങ്. അതല്ല അതൊരു ഫ്രാക്ഷൻ ആയിട്ടാണ് വരണമെന്നുണ്ടെങ്കിൽ അത് ഫ്രാക്ഷണൽ സ്ലോട്ട് പിച്ച് വൈൻഡിങ്. M is equal to സ്ലോട്ട് പെർ പോൾ പെർ ഫേസ്, ഒരു ഫേസിന്റെ അണ്ടറിലുള്ള ഒരു പോളിന്റെ അണ്ടറിലുള്ള സ്ലോട്ടുകളുടെ എണ്ണം ഒരു ഇന്റിജർ ആണെങ്കിൽ അത് ഇന്റഗ്രൽ സ്ലോട്ട് പിച്ച് വൈൻഡിങ്, അതൊരു ഫ്രാക്ഷൻ ആണെങ്കിൽ ഫ്രാക്ഷണൽ സ്ലോട്ട് പിച്ച് വൈൻഡിങ്. മനസ്സിലായില്ലേ? ഇഫ് M is equal to സ്ലോട്ട് പെർ പോൾ പെർ ഫേസ്, ഇഫ് M is equal to സ്ലോട്ട് പെർ പോൾ പെർ ഫേസ് ആണെങ്കിൽ ഇന്റഗ്രൽ സ്ലോട്ട് പിച്ച് വൈൻഡിങ്. ഇഫ് M is not an integer, അതായത് ഫ്രാക്ഷൻ ആണെങ്കിൽ ഫ്രാക്ഷണൽ സ്ലോട്ട് പിച്ച് വൈൻഡിങ്. അപ്പൊ അതും ക്ലിയർ ആയി. ഓക്കെ, അപ്പോ ഒരു സ്ലോട്ടിൽ ഒരു കണ്ടക്ടർ ആണെങ്കിൽ സിംഗിൾ ലെയർ, 2 കണ്ടക്ടർ ആണെങ്കിൽ ഡബിൾ ലെയർ, അതാണ് സിംഗിൾ ലെയർ ആൻഡ് ഡബിൾ ലെയർ. ഇനി എമ്മിന്റെ വാല്യൂ ഒരു ഇന്റിജർ. എന്താ എം എന്ന് വെച്ചാൽ സ്ലോട്ട് പെർ പോൾ പെർ ഫേസ്, അതാണ് എം. അതിന്റെ വാല്യൂ ഇന്റിജർ ആണെങ്കിൽ ഇന്റഗ്രൽ സ്ലോട്ട് പിച്ച് വൈൻഡിങ്, അതൊരു ഫ്രാക്ഷൻ ആണെങ്കിൽ ഫ്രാക്ഷണൽ സ്ലോട്ട് പിച്ച് വൈൻഡിങ്. എന്താ ഈ സ്ലോട്ട് പെർ പോൾ പെർ ഫേസ് എന്ന് വെച്ചാൽ ഒരു ഫേസിന്റെ അണ്ടറിലുള്ള ഒരു പോളിന്റെ അണ്ടറിലുള്ള സ്ലോട്ടുകളുടെ എണ്ണം. നെക്സ്റ്റ് വൺ ലാപ്പ് വൈൻഡിങ് ആൻഡ് വേവ് വൈൻഡിങ്. അതായത് armature windings are connected in series in such a way that armature winding consists of group of coils which are connected in series in such a way that if there are 2 parallel paths in that winding, wave winding, if there are p number of parallel paths, എത്ര പോളുകൾ ഉണ്ടോ അത്രയും പാത്തുള്ള വൈൻഡിങ് ആണെങ്കിൽ ലാപ്പ് വൈൻഡിങ്, അതല്ല 2 പാത്ത് ഉണ്ടെങ്കിൽ വേവ് വൈൻഡിങ്. അപ്പൊ ആർമേച്ചർ കോയിൽസ് എന്ന് വെച്ചാൽ ആർമേച്ചർ വൈൻഡിങ് കൺസിസ്റ്റ് ഓഫ് ഗ്രൂപ്പ് ഓഫ് കോയിൽസ്, ദ കോയിൽസ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് ഇൻ സച്ച് എ വേ ദാറ്റ് if there are 2 parallel paths in the winding, ആ വൈൻഡിങ്ങിൽ 2 പാരലൽ പാത്ത് ഉണ്ടെങ്കിൽ വേവ്, അതല്ല എത്ര പി നമ്പർ ഓഫ് എത്ര പോളുകൾ ഉണ്ടോ അത്രയും പാരലൽ പാത്ത്. 4 പോളുകൾ ഉണ്ടെങ്കിൽ 4 പാരലൽ പാത്ത്, 6 പോളുകൾ ഉണ്ടെങ്കിൽ 6 പാരലൽ പാത്ത്, 8 പോളുകൾ ഉണ്ടെങ്കിൽ 8 പാരലൽ പാത്ത്. അങ്ങനെ നമ്പർ ഓഫ് പോൾസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് പാത്സ് ഇൻ ദാറ്റ് വൈൻഡിങ്. അങ്ങനെയാണെങ്കിൽ ലാപ്പ് വൈൻഡിങ്, അതല്ലെങ്കിൽ വേവ് വൈൻഡിങ്. ഓക്കെ, അപ്പോ അതാണ് ലാപ്പ് വൈൻഡിങ്ങും വേവ് വൈൻഡിങ്ങും തമ്മിലുള്ള വ്യത്യാസം. അതായത് എ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് പാരലൽ പാത്ത്, എ ഇസ് ഈക്വൽ ടു പി ആണെങ്കിൽ ലാപ്പ് വൈൻഡിങ്, എ ഇസ് ഈക്വൽ ടു 2 വേവ് പോലെ വന്നു വൈൻഡിങ്, എ ഇസ് ഈക്വൽ ടു 2 അതാണെങ്കിൽ വേവ് വൈൻഡിങ്. ലാപ്പ് വൈൻഡിങ് എവിടെ യൂസ് ചെയ്യാം? ലാപ്പ് വൈൻഡിങ് ഈസ് യൂസ്ഡ് ഇൻ ഹൈ കറന്റ് ആൻഡ് ലോ വോൾട്ടേജ് മെഷീൻസ്. മനസ്സിലായോ? ലാപ്പ് വൈൻഡിങ് ഈസ് യൂസ്ഡ് ഇൻ ഹൈ കറന്റ് ആൻഡ് ലോ വോൾട്ടേജ്. ഹൈ കറന്റും ലോ വോൾട്ടേജും ഉള്ളിടത്താണ് എന്ത് വൈൻഡിങ് യൂസ് ചെയ്യാം? ലാപ്പ് വൈൻഡിങ് യൂസ് ചെയ്യാം. മറ്റേ ജസ്റ്റ് ഓപ്പോസിറ്റ്. അപ്പോൾ ഒരെണ്ണം പഠിച്ചു വെച്ചാൽ മതി. ലാപ്പ് വൈൻഡിങ് ഈസ് യൂസ്ഡ് ഫോർ ഹൈ കറന്റ് ആൻഡ് ലോ വോൾട്ടേജ്, വേവ് വൈൻഡിങ് ഈസ് യൂസ്ഡ് ഫോർ ലോ കറന്റ് ആൻഡ് ഹൈ വോൾട്ടേജ്. ഏതെങ്കിലും ഒന്ന് മനസ്സിലാലോചിച്ച് വെക്കുക. അപ്പോൾ ആർമേച്ചർ വൈൻഡിങ് കൺസിസ്റ്റ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് കോയിൽസ് which are connected in series in such a way that if A is equal to 2, it will be a wave winding. If A is equal to P, it will be a lap winding. Lap winding എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ കറണ്ട് ലോ വോൾട്ടേജ് മെഷീൻസ്, വേവ് വൈൻഡിംഗ് എന്ന് വെച്ചാൽ ലോ കറണ്ട് ഹൈ വോൾട്ടേജ് മെഷീൻസ്. അപ്പൊ 3 വൈൻഡിങ്ങുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 4 ഫുൾ പിച്ച്ഡ് വൈൻഡിങ് ആൻഡ് ഷോർട്ട് പിച്ച്ഡ് വൈൻഡിങ്. 2 അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 അഡ്ജസന്റ് പോൾസ് ആണ് പോൾ പിച്ച് എന്ന് പറഞ്ഞു. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സൈഡ്സ് ഓഫ് എ കോയിൽ ഇൻ ടേംസ് ഓഫ് ഇലക്ട്രിക്കൽ ഡിഗ്രി. ഒരു കോയിലിന്റെ 2 സൈഡുകൾക്കിടയ്ക്കുള്ള ആ ഡിസ്റ്റൻസ്, മനസ്സിലായ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സൈഡ്സ് ഓഫ് എ കോയിൽ ഈസ് നോൺ ആസ് കോയിൽ പിച്ച്. 2 പോളുകൾക്കിടയ്ക്കുള്ള ഡിസ്റ്റൻസ് പോൾ പിച്ച്. ഒരു കോയിലിന്റെ 2 സൈഡുകൾക്കിടയ്ക്കുള്ള ഡിസ്റ്റൻസ് കോയിൽ പിച്ച് അല്ലെങ്കിൽ കോയിൽ സ്പാൻ, കോയിലിന്റെ സ്പാൻ.
ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു സൈഡ്സ് ഓഫ് എ കോയിൽ ഈസ് നോൺ ആസ് കോയിൽ സ്പാൻ ഓർ കോയിൽ പിച്ച്. അത് നമ്മൾ എന്തിലാ പറയാ, ഇലക്ട്രിക്കൽ ഡിഗ്രിയിലാ പറയാ. If coil span is equal to 180 electrical degree ആണെങ്കിൽ it will be a full pitched coil. If it is less than 180, if it is short of 180 ആണെങ്കിൽ അത് ഷോർട്ട് പിച്ച്ഡ് കോയിൽ. ഫോർ എക്സാമ്പിൾ അത് 140 ഡിഗ്രി ആണെങ്കിൽ അത് ഷോർട്ട് പിച്ച്ഡ് കോയിൽ, 160 ആണെങ്കിലും 150 ആണെങ്കിലും ഒക്കെ അത് ഷോർട്ട് പിച്ച്ഡ് കോയിൽ, 180 ആണെങ്കിൽ മാത്രം ഫുൾ പിച്ച്ഡ് കോയിൽ. മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. അപ്പൊ എന്താണ് ഫുൾ പിച്ച്ഡ് കോയിലും എന്താണ് ഷോർട്ട് പിച്ച്ഡ് കോയിൽ എന്ന് മനസ്സിലായി. ഫുൾ പിച്ച്ഡ് കോയിൽ ആണെങ്കിൽ ഒരു കോയിൽ സൈഡ് നോർത്തിന്റെ ഇൻഫ്ലുവൻസിലാണെങ്കിൽ മറ്റേ കോയിൽ സൈഡ് സൗത്തിന്റെ ഇൻഫ്ലുവൻസിലാവും. അപ്പോഴാണ് 180 ഡിഗ്രി വരിക. മറ്റേതാകുമ്പോൾ അങ്ങനെ ആവില്ല. അതും കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ. അപ്പൊ എന്താ കോയിൽ സ്പാൻ അഥവാ കോയിൽ പിച്ച് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു സൈഡ്സ് ഓഫ് എ കോയിൽ ഇൻ ടേംസ് ഓഫ് ഇലക്ട്രിക്കൽ ഡിഗ്രി. അതിനാണ് കോയിൽ പിച്ച്. ഇഫ് കോയിൽ പിച്ച് ഇസ് ഈക്വൽ ടു 180 ആണെങ്കിൽ ഫുൾ പിച്ച്ഡ് കോയിൽ. ഇഫ് കോയിൽ സ്പാൻ ലെസ് ദാൻ 180 അല്ലെങ്കിൽ ഷോർട്ട് ഓഫ് 180 ഒരിക്കലും കൂടില്ല കേട്ടോ. 180 കുറവാണെങ്കിൽ അതേതാ വരിക, ഷോർട്ട് പിച്ച്ഡ് കോയിൽ. അപ്പൊ അതും മനസ്സിലായി. ദെൻ ലാസ്റ്റ് വൺ, കോൺസെൻട്രേറ്റഡ് വൈൻഡിങ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ്. എമ്മിന്റെ വാല്യൂ 1. എന്താ എം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, സ്ലോട്ട് പെർ പോൾ പെർ ഫേസ് ഇസ് ഈക്വൽ ടു 1. ഇഫ് എം ഇസ് ഈക്വൽ ടു സ്ലോട്ട് പെർ പോൾ പെർ ഫേസ് 1 ആണെങ്കിൽ കോൺസെൻട്രേറ്റഡ്, 1 അല്ല എന്നുണ്ടെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ്. ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറയുമ്പോൾ പല സ്ലോട്ടുകളിൽ, ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറയുമ്പോൾ പല സ്ലോട്ടുകളിലായിരിക്കും ആ വൈൻഡിങ്ങിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്നുണ്ടായിരിക്കും. അപ്പൊ എമ്മിന്റെ വാല്യൂ 1 ആണെങ്കിൽ കോൺസെൻട്രേറ്റഡ് വൈൻഡിങ്, എമ്മിന്റെ വാല്യൂ 1 അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ്. നേരത്തെ അപ്പൊ 5 നേരത്തെ ഒരെണ്ണം പഠിച്ചു, ഫ്രാക്ഷണൽ സ്ലോട്ട് പിച്ചും ഇന്റീജർ സ്ലോട്ട് പിച്ചും. എമ്മിന്റെ വാല്യൂ ഇന്റീജർ ആണെങ്കിൽ ഇന്റീജർ സ്ലോട്ട് പിച്ച്, എമ്മിന്റെ വാല്യൂ ഫ്രാക്ഷൻ ആണെങ്കിൽ ഫ്രാക്ഷണൽ സ്ലോട്ട് പിച്ച്. ലാപ്പും വേവും എന്താ, അതായത് എ ഇസ് ഈക്വൽ ടു പി ആണെങ്കിൽ ലാപ്പ് വൈൻഡിങ്, എ ഇസ് ഈക്വൽ ടു 2 ആണെങ്കിൽ വേവ് വൈൻഡിങ്. എന്താണ് ഫുൾ പിച്ചും ഷോർട്ട് പിച്ചും? കോയിൽ സ്പാൻ 180 ഡിഗ്രി ആണെങ്കിൽ ഫുൾ പിച്ച്ഡ് കോയിൽ, കോയിൽ സ്പാൻ 180 കുറവാണെങ്കിൽ ഷോർട്ട് പിച്ച്ഡ് കോയിൽ. എന്താ കോയിൽ സ്പാൻ എന്ന് പറഞ്ഞാൽ രണ്ട് കോയിലുകളുടെ സൈഡുകൾക്ക് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ എന്താ സിംഗിൾ ലെയർ വൈൻഡിങ്ങും ഡബിൾ ലെയർ വൈൻഡിങ്ങും. ഒരു സ്ലോട്ടിൽ ഒരു കണ്ടക്ടർ ആണെങ്കിൽ സിംഗിൾ ലെയർ, 2 കണ്ടക്ടർ ആണെങ്കിൽ ഡബിൾ ലെയർ. ഒന്നാമത്തെ. രണ്ടാമത്തേതാ ഇന്റിജർ സ്ലോട്ട് പിച്ചും ഫ്രാക്ഷണൽ സ്ലോട്ട് പിച്ചും. എമ്മിന്റെ വാല്യൂ സ്ലോട്ട് പെർ പോൾ പെർ ഫേസ് ഇന്റിജർ ആണെങ്കിൽ ഇന്റിജർ സ്ലോട്ട് പിച്ച്, അതല്ല ഫ്രാക്ഷൻ ആണെങ്കിൽ ഫ്രാക്ഷൻ സ്ലോട്ട് പിച്ച്. മൂന്നാമത്തേതാ ലാപ്പും വേവും. എ ഇസ് ഈക്വൽ ടു പി ആണെങ്കിൽ ലാപ്പ്, എ ഇസ് ഈക്വൽ ടു 2 ആണെങ്കിൽ വേവ്. നാലാമത്തേതാ ഫുൾ പിച്ചും ഷോർട്ട് പിച്ചും. കോയിൽ സ്പാൻ 180 ഡിഗ്രി ആണെങ്കിൽ ഫുൾ പിച്ച്, 180 കുറവാണെങ്കിൽ ഷോർട്ട് പിച്ച്. അഞ്ചാമത്തേതാ കോൺസെൻട്രേറ്റഡ് വൈൻഡിങ്ങും ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ്ങും. കോൺസെൻട്രേറ്റഡ് വൈൻഡിങ് വെച്ചാൽ എമ്മിന്റെ വാല്യൂ 1 ആണെങ്കിൽ എന്താ, കോൺസെൻട്രേറ്റഡ് വൈൻഡിങ്. എമ്മിന്റെ വാല്യൂ 1 അല്ലെങ്കിൽ എന്താ, ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ്. സോ ദീസ് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആർമേച്ചർ വൈൻഡിങ്. വൺസ് അഗൈൻ, 1 സിംഗിൾ ലെയർ വൈൻഡിങ് ആൻഡ് ഡബിൾ ലെയർ വൈൻഡിങ്. 2 ഇന്റിജർ സ്ലോട്ട് പിച്ച് ആൻഡ് ഫ്രാക്ഷണൽ സ്ലോട്ട് പിച്ച് വൈൻഡിങ്. 3 ലാപ്പ് വൈൻഡിങ് ആൻഡ് വേവ് വൈൻഡിങ്. 4 ഫുൾ പിച്ച്ഡ് വൈൻഡിങ് ആൻഡ് ഷോർട്ട് പിച്ച്ഡ് വൈൻഡിങ്. 5 കോൺസെൻട്രേറ്റഡ് വൈൻഡിങ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ്. ഇതാണ് പ്രധാനപ്പെട്ട 5 ആർമേച്ചർ വൈൻഡിങ്ങുകൾ. അപ്പൊ ഇതുപോലുള്ള ഇമ്പോർട്ടന്റ് ടോപ്പിക്സുമായിട്ട് ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് വരും. വീണ്ടും കാണാം. താങ്ക് യു.